ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളത്തിലെ സിനിമാ നിർമ്മാതാക്കളെ സന്തോഷിപ്പിക്കുന്നതും ഒപ്പം തന്നെ മലയാള സിനിമാ പ്രേമികളെ ദുഃഖിപ്പിക്കുന്നതും നിരാശപ്പെടുത്തുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു വാർത്ത ഇന്നലെ രാത്രി മുതൽ നാം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ത്യയിൽ വിവിധ OTT പ്ലാറ്റ്ഫോമുകളിലായിട്ട് ഒരുപാട് സിനിമകളാണ് ഓരോ ആഴ്ചകളിലും റിലീസ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ആ സിനിമകളെല്ലാം തന്നെ വളരെ മിനിറ്റുകൾക്കുള്ളിൽ OTT പ്ലാറ്റ്ഫോമിലൂടെ കാണാതെ തന്നെ മറ്റൊരു വഴിയിലൂടെ കാണാനായിട്ട് കൂടുതൽ പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണല്ലോ ടെലഗ്രാം. സിനിമാ പ്രേമികളുടെ ഇഷ്ട ആപ്ലിക്കേഷനാണ് ടെലഗ്രാം എങ്കിൽ പോലും സിനിമാ നിർമ്മാതാക്കളുടെ പേടി സ്വപ്നമാണ് ടെലഗ്രാം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴത്തെ അതേ ടെലഗ്രാം ഇന്ത്യയിൽ ബാൻ ചെയ്തേക്കുമെന്നൊരു റിപ്പോർട്ടാണ് ഇന്നലെ രാത്രി മുതൽ ഇതുവരെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ബാൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം പൈറസി മാത്രമല്ല, മറിച്ച് ടെലഗ്രാമിൽ പല ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, അതായത് തീവ്രവാദ പ്രവർത്തനം, ഒപ്പം തന്നെ ചൈൽഡ് പോൺ ഉൾപ്പെടെയുള്ള നിരവധി ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നു. ആ കാരണത്തിലാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോഴത്തെ ടെലഗ്രാം ഇന്ത്യയിൽ ബാൻ ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ സിനിമാ പ്രേമികളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് ഭാഷാ സിനിമകളും നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഡൗൺലോഡ് ചെയ്യാൻ കാണാനായിട്ട് മാർഗമുണ്ടായിരുന്ന ടെലഗ്രാം നിരോധിക്കുകയാണെങ്കിൽ അത് അവർക്ക് നിരാശയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം സിനിമാ നിർമ്മാതാക്കളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അത് നല്ല കാര്യം തന്നെയാണ്. ഈ വർഷം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾ മലയാളത്തിൽ നിന്നും സിനിമ എടുക്കുന്നത് കുറവാണ്. അതിൻ്റെ കാരണം കൂടുതൽ മലയാളികളും ടെലഗ്രാമിനെ അതോടൊപ്പം തന്നെ മറ്റ് പൈറസി സൈറ്റുകളെ ആശ്രയിക്കുന്നു എന്നതാണ്. ഇപ്പോഴത്തെ ടെലഗ്രാം നിരോധിക്കുകയാണെങ്കിൽ മറ്റ് പൈറസി സൈറ്റുകളെ ആശ്രയിക്കാൻ ആളുകൾ ഉണ്ടാകും എന്നതിനോടൊപ്പം തന്നെ OTT പ്ലാറ്റ്ഫോമിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാനായിട്ടും ആളുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ OTT പ്ലാറ്റ്ഫോമുകളുടെ വിലയിരുത്തൽ. എന്തായാലും കാത്തിരിക്കൂ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്ക്.